ഹേ ഓൾ, നമ്മൾ ഇന്ന് കോളേജിലേക്ക് പോവാണ്. ആക്ച്വലി ഇത് കുറച്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്തതാണ്. ഞാനാണെങ്കിൽ എപ്പോഴും എടുത്തു വെച്ച വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ മറക്കും. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം തിരുവഴുക്കാട്ടേക്ക് ബസ്സിന് പോയി, പിന്നെ അവിടുന്ന് നേരെ കോഴിക്കോട് ബസ് കയറണം. അപ്പോൾ നമുക്ക് അങ്ങനെ ബസ്സൊക്കെ കിട്ടി, സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് ഞായറാഴ്ച ആയിരുന്നു, തിങ്കളാഴ്ച ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ടാണ് തലേ ദിവസം തന്നെ പോയത് കേട്ടോ. ആൻഡ് നമ്മുടെ ഇസ്മായിലിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. സോ നമുക്ക് ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടോട്ടി സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി. പിന്നെ നമുക്കൊരു ഗ്ലാസ് മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് ഗ്ലാസ് ഒക്കെ മേടിച്ചു. പിന്നെ നമ്മൾ നേരെ കേക്ക് സ്റ്റുഡിയോക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കേക്കൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ നമ്മൾ കുറെ കാലം ശേഷമാണ് കേട്ടോ കാണുന്നത്. അവള് വെക്കേഷൻ ടൈമിൽ ഖത്തറിൽ പോയിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ ഇവരുള്ളത് ഇസ്മായിലിന് അറിയില്ലായിരുന്നു. ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നതായിരുന്നു. കേക്ക് എടുത്ത് മാറി നിന്ന് സർപ്രൈസ് ചെയ്യാന്ന് പറഞ്ഞ് ഓരവിടെ നിന്ന് മാറാൻ നിന്നപ്പോഴേക്ക് ഓനോട് കയറി വന്നു. അതിന്റെ ഇടയിൽ കൂടി ഇവൻ കുറച്ച് പണികൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓൻ സ്വന്തമായിട്ട് ആദരാഞ്ജലികൾ പോസ്റ്ററൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ മേടിച്ച കേക്ക്. ഓൻ മരിച്ചു അല്ലേന്ന് അറിയാൻ വേണ്ടി വിളിക്കണം കേട്ടോ. എല്ലാവരും പോസ്റ്ററും കാര്യം കണ്ടിട്ട് ഓനക്ക് നിരത്തി കോളായിരുന്നു. നമ്മുടെ ഇസ്മായിലിക്കാന്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. ഷെയ്നുണ്ട്, ഷറഫുണ്ട്, ഇസ്മായിലിക്കുണ്ട്. ജാർഗ തരുന്നോളത്തെ ഇത് ഞാൻ എടുക്കട്ടെ. അതെ, ആരോടാണ് സ്നേഹം? അടിയാവും. ഈ നാക്ക് കൊടുക്കും തോന്നലോ നാട്ടിലാടോ. ആയിക്കോട്ടെ, അത് ഇതാക്കിയാണ് സെക്കൻഡ് ഇയർക്ക് കൊടുക്കാലോ. അത് പറ്റൂല, അത് പറ്റൂല, അത് പറ്റൂല. ഒരാള് ഫസ്റ്റ് മേടിക്കല്ലേ. ഓ, അപ്പൊ ഞാൻ ലാസ്റ്റ്. അങ്ങനെ എല്ലാവരും കേക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞ് എനിക്കും കേക്ക് തരാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു ഓനിക്കും കൊടുത്തിട്ടില്ല. വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് നിന്നാലും കുറച്ച് കഴിയുമ്പോൾ അവളുടെ സ്വഭാവം കറക്റ്റായിട്ട് അങ്ങോട്ട് കാണിക്കും. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഓനിക്കുള്ള ഗിഫ്റ്റ് എടുത്ത് വന്നു. അപ്പോൾ ഗിഫ്റ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഒരു പാലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. സോ ഫുഡൊക്കെ ഓർഡർ ചെയ്തു എൻ്റെ വകമായിട്ട്. യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ പേടിച്ച് സ്റ്റാൻഡേർഡിൽ കഴിക്കാൻ ശ്രമിക്കുന്ന ഷെയ്നൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ക്ലബ് സാൻഡ്വിച്ചും അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കനും ഷേക്ക് ഇതൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പിടിച്ചാലൊക്കെ പിന്നെ അടിയായി. ഇതാ പിന്നെ ഈ കോലായിരുന്നു കേട്ടോ. അഗെയിൻ ഇപ്പാൻ്റെ ക്ലാസ്സുമായിട്ട് വന്നാണ്ട് സ്റ്റാൻഡേർഡ് വിളിക്കുന്ന ഷെയ്ൻ. പിന്നെ അവിടുന്ന് ഒരു ബേബി ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നു. ഓരോ പേരൻസ് എത്ര വിളിച്ചു കൊണ്ടായാലും പിന്നെ ഇങ്ങോട്ട് തന്നെ വരുന്നു. പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലടക്കാൻ നേരത്ത് അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു, അവിടെ കുനാഫ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്നേഹനിധിയായ ഇസ്മായിൽ നമുക്ക് അതും ഓരോന്നിച്ച് മേടിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മുടെ അമ്മായി ഖത്തറിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് ചോക്ലേറ്റ് വിതരണം ചെയ്യലാണ്. പിന്നെ ആഫ്റ്റർ 2 months നമ്മളിവിടെ തിരിച്ച് കോളേജിൽ തന്നെ എത്തിയേക്കാണ്. പിന്നെ നമ്മൾ നേരെ ഹോസ്റ്റലിൽ പോയി. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.